നോളജ് ഓഫ് ദി ഗ്യാപ്സ് അഥവാ ഗോഡ് ഓഫ് ദി ഗ്യാപ്സ്. നമുക്കൊരു കാര്യത്തിൻ്റെ ഉത്തരം അറിയണമെങ്കിൽ നമ്മളത് ഓട്ടോമാറ്റിക്കലി ദൈവമാണെന്ന് അസ്യൂം ചെയ്യും. യൂണിവേഴ്സ് എങ്ങനെ ഉണ്ടായി? ദൈവം ഉണ്ടാക്കിയതായിരിക്കും. ലൈഫ് എങ്ങനെ ഉണ്ടായി? ദൈവം ഉണ്ടാക്കിയതായിരിക്കും. ആൻഡ് ഇത് സാധാരണ ആൾക്കാർ മാത്രമല്ല, ഏറ്റവും ഇൻ്റലിജൻ്റായ ആൾക്കാർ പോലും ഈ ട്രാപ്പിൽ പെടാറുണ്ട്. സർ ഐസക് ന്യൂട്ടൺ നമുക്കറിയാം, വേൾഡ് ഹിസ്റ്ററിയിൽ തന്നെ ഏറ്റവും വലിയ ജീനിയസുകളിൽ ഒരാളായിരുന്നു. അദ്ദേഹമാണ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ കണ്ടുപിടിച്ചത്. ലോ ഓഫ് ഗ്രാവിറ്റേഷൻ അനുസരിച്ച് രണ്ട് മാസുകൾ തമ്മിൽ ഒരു ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി ഉണ്ടായിരിക്കും, അതിനെ അട്രാക്ട് ചെയ്യിപ്പിക്കുന്ന. അത് ഏത് മാസമാവട്ടെ, സണ്ണും എർത്തും ആവട്ടെ, എർത്ത് ഞാനും ആവട്ടെ, ഞാനും നിങ്ങളും ആവട്ടെ, ഞാനും ഈ ക്യാമറയും ആവട്ടെ, എല്ലാം തമ്മിൽ ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട്. സൺ എർത്തിൽ എക്സേർട്ട് ചെയ്യുന്ന ഗ്രാവിറ്റി കാരണമാണ് എർത്ത് സണ്ണിൻ്റെ ചുറ്റും കിടന്ന് കറങ്ങുന്നത്, ഇല്ലെങ്കിൽ എർത്ത് പറന്നുകൊണ്ടാണ്. പക്ഷേ സൺ എർത്തിൻ്റെ പുറത്ത് ഗ്രാവിറ്റി എക്സേർട്ട് ചെയ്യുന്ന പോലെ തന്നെ എർത്ത് സണ്ണിൻ്റെ പുറത്ത് ഗ്രാവിറ്റി എക്സേർട്ട് ചെയ്യുന്നുണ്ട്, മൂൺ എർത്തിൻ്റെ പുറത്ത് ഗ്രാവിറ്റി എക്സേർട്ട് ചെയ്യുന്നുണ്ട്, എർത്ത് ജൂപ്പിറ്ററിൻ്റെ പുറത്ത് ഗ്രാവിറ്റി എക്സേർട്ട് ചെയ്യുന്നുണ്ട്. ഈ എല്ലാ ഒബ്ജക്ട്സും അങ്ങോട്ടും ഇങ്ങോട്ടും ഗ്രാവിറ്റി എക്സേർട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇത് കാരണം സോളാർ സിസ്റ്റം ഹൈലി അൺസ്റ്റേബിൾ ആയിരിക്കണം. പക്ഷെ അങ്ങനെയല്ല, സോളാർ സിസ്റ്റം സ്റ്റേബിളാണ്. ഇതെങ്ങനെയെന്ന് ന്യൂട്ടൺ ഒരിക്കലും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് അദ്ദേഹം അസ്യൂം ചെയ്തു ഇതിൽ ദൈവത്തിൻ്റെ എന്തോ കളിയുണ്ടെന്ന്. ന്യൂട്ടൻ്റെ ഏറ്റവും ഫേമസ് വർക്കായ പ്രിൻസിപ്പിയയിൽ അദ്ദേഹം പറയുന്നു, The 6 primary planets are revolved about the Sun, in circles concentric with the Sun, and with motions directed towards the same parts and almost in the same plane. But it is not to be conceived that mere mechanical causes could give birth to so many regular motions. This most beautiful system of the Sun, planets and comets could only proceed from the counsel and dominion of an intelligent and powerful being. Eternal and infinite, omnipotent and omniscient, he governs all things, knows all things that are or can be done. We know him only by his most wise and excellent contrivances of things and final causes. We admire him for his perfections, but we reverence and adore him on account of his dominion. ന്യൂട്ടൺ ഇത് പറഞ്ഞതുകൊണ്ട് തന്നെ വർഷങ്ങളോളം ആൾക്കാർ വിശ്വസിച്ചു സോളാർ സിസ്റ്റം സ്റ്റേബിളായിരിക്കുന്നത് ദൈവത്തിൻ്റെ എന്തോ ശക്തി കൊണ്ടാണെന്ന്. 100 വർഷത്തിന് ശേഷം ഫ്രഞ്ച് മാത്തമാറ്റീഷ്യനായ പിയർ സൈമൺ ലെപ്ലാസ് ഈ സെയിം പ്രോബ്ലം ഏറ്റെടുത്തു. അദ്ദേഹത്തിന് ഇതിൻ്റെ ഉത്തരം ദൈവമാണെന്ന് വിശ്വസിക്കാൻ മടിയുണ്ടായിരുന്നു. അദ്ദേഹം വർഷങ്ങളെടുത്ത് പ്രൂവ് ചെയ്തു സോളാർ സിസ്റ്റം ഓവർ എ ലോങ് പീരീഡ് ഓഫ് ടൈം ഓട്ടോമാറ്റിക്കലി സ്റ്റെബിലൈസ് ചെയ്യുമെന്ന്. ന്യൂട്ടൺ ദൈവമാണെന്ന് വിശ്വസിച്ചിരുന്ന കാര്യം അദ്ദേഹം മാത്തമാറ്റിക്കലി പ്രൂവ് ചെയ്ത് കാണിച്ചു. ഈ പ്രൂഫ് അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടായ നെപ്പോളിയൻ ബോണപ്പാർട്ടിനെ കൊണ്ട് കാണിച്ചപ്പോൾ പുള്ളി ഇംപ്രസ്ഡായി. നെപ്പോളിയൻ ലെപ്ലാസിനോട് ചോദിച്ചു എന്തുകൊണ്ട് ന്യൂട്ടൺ വിചാരിച്ചതുപോലെ ഇത് ദൈവമാണെന്ന് അസ്യൂം ചെയ്തില്ല എന്ന്. ആൻഡ് ലെപ്ലാസ് ഫേമസ്ലി സെഡ്, സർ, ഐ ഹാവ് നോ നീഡ് ഫോർ ദാറ്റ് ഹൈപ്പോത്തസിസ്. അതായത് ന്യൂട്ടൺ ദൈവമാണെന്ന് വിശ്വസിച്ചിരുന്ന കാര്യം, ന്യൂട്ടൻ്റെ ഗോഡ് ഓഫ് ദ ഗ്യാപ്സിനെ ലെപ്ലാസ് സയൻസ് ഇട്ട് തിരുത്തി. നോളജ് ഓഫ് ദ ഗ്യാപ്സ് എക്സിബിറ്റ് ചെയ്ത മറ്റൊരാളാണ് ക്രിസ്റ്റിയാൻ ഹുഗിൻസ്. പുള്ളി ഒരു ഫേമസ് ഡച്ച് ആസ്ട്രോണമർ ആയിരുന്നു, ഒരു ജീനിയസ് ആയിരുന്നു. അദ്ദേഹമാണ് വേൾഡിലെ ആദ്യത്തെ വർക്കിംഗ് പെൻഡുലം കണ്ടുപിടിച്ചത്, സാറ്റേണിൻ്റെ റിങ്സ് കണ്ടുപിടിച്ചത്, പല പ്ലാനറ്ററി ഓർബിറ്റ്സും കാൽക്കുലേറ്റ് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഫേമസ് വർക്കായ ദ സെലസ്റ്റിയൽ വേൾഡ്സ് ഡിസ്കവേർഡിൽ അദ്ദേഹം ഒരിക്കലും ദൈവത്തിനെ പറ്റി മെൻഷൻ ഇല്ല. അദ്ദേഹം കണ്ടുപിടിച്ച കാര്യങ്ങളെല്ലാം അദ്ദേഹം വളരെ സയൻറ്റിഫിക് ആയിട്ടാണ് എഴുതിയേക്കുന്നത്. പക്ഷേ അദ്ദേഹം ഒരു ബയോളജിസ്റ്റ് ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ലൈഫിനെ പറ്റി ഒരു ധാരണയില്ലായിരുന്നു. അതുകൊണ്ട് ലൈഫിനെ പറ്റി സംസാരിക്കുമ്പോൾ അദ്ദേഹം പെട്ടെന്ന് ദൈവത്തിന് മെൻഷൻ ചെയ്യാൻ തുടങ്ങും. I suppose nobody will deny but that there's somewhat more of contrivance, somewhat more of miracle in the production and growth of plants and animals than in lifeless heaps of inanimate bodies. For the finger of God and the wisdom of divine providence is in them much more clearly manifested than in the other. ന്യൂട്ടനും ഹൈഗൻസിനും ഐൻസ്റ്റൈനും എല്ലാം ഇതുപോലെ പല നോളജ് ഗ്യാപ്സും ഉണ്ടായിരുന്നു. ആൻഡ് ഈ നോളജ് ഗ്യാപ്സിനെയാണ് പലരും ഇന്ന് ദൈവത്തിൻ്റെ പ്രൂഫായിട്ട് എടുത്ത് കാണിക്കുന്നത്. മഹാനായ ശാസ്ത്രജ്ഞൻ ഐൻസ്റ്റീൻ അദ്ദേഹത്തിന് എഴുതിയ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശാസ്ത്രജ്ഞനാണ്. റിലീജിയനെയും സയൻസിനെയും കുറിച്ച് പറയുമ്പോൾ സയൻസ് ഇല്ലാത്ത റിലീജിയൻ ബ്ലൈൻഡാണ്, എന്നാൽ ഈ സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ മതാത്മകത ഇല്ലാത്ത ശാസ്ത്രം മുടന്തനാണ്. ആ ഐൻസ്റ്റീന്റെ നിലപാടാണ് വിശ്വാസിക്കും. ഐൻസ്റ്റീൻ കോസ്മിക് റിലീജിയനിലാണ് വിശ്വസിക്കുന്നത്. പാൻതീസം അദ്ദേഹം കൃത്യമായിട്ട് അല്ല, സ്പിനോസയുടെ അദ്ദേഹം പറഞ്ഞതാണ്. എന്റെ അഭിപ്രായമല്ല, ഐൻസ്റ്റീൻ പറഞ്ഞത് ഐ ബിലീവ് ഇൻ സ്പിനോസാസ് ഗോഡ്. ഒരു കാര്യം കൂടെ അദ്ദേഹം പറഞ്ഞു, ഞാൻ നിരീശ്വരവാദിയാണ് എന്നുള്ള കാറ്റഗറി റിജക്ട് ചെയ്യുന്നു. ആൻഡ് ഈ നോളജ് ഓഫ് ദ ഗ്യാപ്സ് അഥവാ ഗോഡ് ഓഫ് ദ ഗ്യാപ്സ് ഭയങ്കര ഡേഞ്ചറസ് ആണ്. It's embracing ignorance. It's like saying, I don't know how the world works, it's too complex, so it must be God. And നമ്മൾ കുട്ടികളെ ഇത് പഠിപ്പിക്കുന്നു. അറിഞ്ഞുകൂടാത്ത കാര്യങ്ങളുടെ ഉത്തരം ദൈവമാണെന്ന് കുട്ടികൾ വിശ്വസിക്കുന്നു. ലെപ്ലാസും ഗലീലിയോ ഒക്കെ ഇത് വിശ്വസിച്ചിരുന്നെങ്കിൽ ഇന്ന് സൊസൈറ്റി ഇത്രയും ഉയരങ്ങളിൽ എത്തില്ലായിരുന്നു. ഇറ്റ്സ് എംബ്രേസിങ് ഇഗ്നറൻസ്. ഗോഡ് ഇസ് എ ഫിലോസഫി ഓഫ് ഇഗ്നറൻസ്. സയൻസ് ഇസ് എ ഫിലോസഫി ഓഫ് ഡിസ്കവറി. നമ്മുടെ വളർന്നു വരുന്ന തലമുറ ബ്രില്യൻ്റ് ആണ്. അതിൽ സ്പേസ് ട്രാവലിലും എനർജി റിസോഴ്സസിലൊക്കെ ബ്രില്യൻ ബ്രേക്ക് ത്രൂസ് കണ്ടുപിടിക്കാൻ പറ്റുന്ന കുട്ടികൾ ആ ഫീൽഡ് അത് ദൈവമാണെന്ന് വിശ്വസിച്ചങ്ങ് ഉപേക്ഷിച്ചാൽ ആ നഷ്ടമല്ല ഹ്യൂമാനിറ്റിക്കാണ് വരാൻ പോകുന്നത്. നമ്മുടെ വളർന്നു വരുന്ന തലമുറയെ സയൻറ്റിഫിക്കലി ക്യൂറിയസ് ആക്കുക എന്നുള്ള ചുമതല നമുക്കുള്ളതാണ്.
ആൻഡ് കുട്ടികൾ മാത്രമല്ല, അഡൾട്ട്സും ഈ ഗോഡ് ഓഫ് ദ ഗ്യാപ്സിൽ വിശ്വസിക്കുന്നു. എത്ര എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ, ആപ്പിളിലും ഗൂഗിളിലും മൈക്രോസോഫ്റ്റിലും വർക്ക് ചെയ്യുന്ന ആൾക്കാർ ജ്യോതിഷത്തിൽ വിശ്വസിക്കുന്നു. അവർക്ക് അവരുടെ ഫീൽഡിൽ നല്ല ടെക്നിക്കൽ എക്സ്പെർട്ടീസ് ഉണ്ട്, പക്ഷേ അവർക്ക് ആസ്ട്രോണമിയെ പറ്റി ഒരു ധാരണയില്ല. അവർ പറയും എൻ്റെ കല്യാണം നടക്കാത്ത ആ നക്ഷത്രം അവിടെ നിൽക്കുന്നതുകൊണ്ടാണെന്ന്. ആ നക്ഷത്രത്തിന് നിങ്ങളുടെ പുറത്ത് ഒരു ഫോഴ്സും എക്സേർട്ട് ചെയ്യാൻ സാധിക്കില്ല. ഫിസിക്സിൽ 4 ഫണ്ടമെൻ്റൽ ഫോഴ്സേ ഉള്ളൂ: ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്, സ്ട്രോങ് ഫോഴ്സ്, വീക്ക് ഫോഴ്സ്. അത് സ്ട്രോങ് ഫോഴ്സും വീക്ക് ഫോഴ്സും ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സും സ്റ്റാർ നിങ്ങളുടെ പുറത്ത് എക്സേർട്ട് ചെയ്യാൻ സാധിക്കില്ല. ആകെ അതിന് എക്സേർട്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. പക്ഷേ ആ ലൈറ്റ് ഇയേഴ്സ് അകലെയുള്ള ആ സ്റ്റാറിനെക്കാളും ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഈ ബുക്ക് എൻ്റെ പുറത്ത് എക്സേർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇത് മണ്ടത്തരമാണ്. ഒരു സ്റ്റാറിന് നിങ്ങളുടെ പുറത്ത് ഒരു രീതിയിലുള്ള ഫോഴ്സോ ഇമ്പാക്റ്റോ ഉണ്ടാക്കാൻ സാധിക്കില്ല. ഇതൊരു നോളജ് ഗ്യാപ്പാണ്. കുറേ ആൾക്കാർ ഒരേ നോളജ് ഗ്യാപ്പ് ഷെയർ ചെയ്യുമ്പോൾ അവർ ഒരേ കാര്യങ്ങളിൽ വിശ്വസിച്ച് തുടങ്ങുന്നു. അവർ ഒരു കമ്മ്യൂണിറ്റി ആവുന്നു. ഇങ്ങനെയാണ് നമുക്ക് ജാതിയും മതവും പോലുള്ള പല കമ്മ്യൂണിറ്റീസും കിട്ടുന്നത്. Seeing an opportunity but short on funds? Well, STFC Sky got you. ന്യൂറോ സയൻറ്റിസ്റ്റായ ജെയിംസ് ഡബ്ല്യു പ്രെസ്കോട്ട് ഒരു സ്റ്റാറ്റിസ്റ്റിക് കണ്ടെത്തി. ഫിസിക്കൽ ഇൻറ്റിമസിയും സെക്ഷുവൽ ഇൻറ്റിമസിയും ഏറ്റവും സപ്രസ് ചെയ്യാൻ ശ്രമിക്കുന്ന സൊസൈറ്റികളിലാണ് ഏറ്റവും വയലൻസ് ഉള്ളത്. ഫിസിക്കൽ ഇൻറ്റിമസിയും സെക്ഷുവൽ ഇൻറ്റിമസിയും ഏറ്റവും സപ്രസ് ചെയ്യാൻ ശ്രമിക്കുന്ന ഏത് സൊസൈറ്റീസാണ് നമുക്കറിയാം. ഏറ്റവും മതഭ്രാന്ത് ജാതിഭ്രാന്തം ഉള്ള സൊസൈറ്റികളാണ് ഇതെല്ലാം ഏറ്റവും സപ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ജാതിയും മതവും അതുപോലെ നോളജ് ഗ്യാപ്പ് കൊണ്ടുണ്ടാകുന്ന മറ്റെല്ലാ കമ്മ്യൂണിറ്റീസും സൊസൈറ്റിയെ മൾട്ടിപ്പിൾ രീതിയിൽ ഹാം ചെയ്യും. ഒന്ന് ആലോചിച്ച് നോക്ക്. വർഷങ്ങൾക്ക് ശേഷം ഇൻ്റലിജൻറ്റ് ഏലിയൻസ് എർത്തിൽ വരികയാണ്. അവരെ നമ്മൾ ഇതൊക്കെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും? പാർട്ടിയുടെയും ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ തമ്മിൽ തല്ലുന്നത് നമ്മൾ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാനാണ്? 9 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ദളിത് പയ്യനെ അപ്പർ കാസ്റ്റ് ആൾക്കാരുടെ വെള്ളം കുടിച്ചതിന് തല്ലിക്കൊന്നത് നമ്മൾ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാനാണ്? 2 മതത്തിലുള്ള ആൾക്കാർ തമ്മിൽ സ്നേഹിച്ചതിന് 2 പേരെയും കൊല്ലുന്നത് നമ്മൾ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാനാണ്? നമ്മുടെ പാർട്ടിക്കും നമ്മുടെ രാജ്യത്തിനും നമ്മുടെ മതത്തിനും നമ്മുടെ ജാതിക്കൊക്കെ വേണ്ടി സംസാരിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷേ നമ്മുടെ പ്ലാനറ്റിൻ്റെ ബിഹാഫിൽ ആര് സംസാരിക്കും? നമുക്ക് നമ്മുടെ ജാതിയും മതവും പാർട്ടിയൊക്കെ വലിയ കാര്യങ്ങളായിരിക്കും. പക്ഷേ പുറത്ത് നോക്കുന്ന ഒരു ഏലിയൻ ഇതൊക്കെ വളരെ ട്രിവിയലായിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അവരെ അത്ഭുതപ്പെടുത്താൻ പോകുന്നത് നമ്മൾ തമ്മിലുള്ള ഈ ചെറിയ ചെറിയ ചില്ലറ വ്യത്യാസങ്ങളല്ല. നമ്മൾ ഹ്യൂമൻസ് എല്ലാം തമ്മിലുള്ള സിമിലാരിറ്റീസാണ്. യൂണിവേഴ്സിൽ മറ്റ് പലയിടത്തും ലൈഫ് ഉണ്ടായിരിക്കും. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, യൂണിവേഴ്സിൽ ഈ ഭൂമിയിലല്ലാതെ മറ്റൊരിടത്ത് ഹ്യൂമൻസ് ഉണ്ടായിരിക്കില്ല. ഡാർവിനിയൻ തിയറി അനുസരിച്ച് ഏതൊരു സ്പീഷീസും ഇവോൾവ് ചെയ്യുന്നത് അതിൻ്റെ എക്സ്റ്റേണൽ കണ്ടീഷൻസിനെ അഡാപ്റ്റ് ചെയ്തുകൊണ്ടാണ്. ഹ്യൂമൻസ് ഇവോൾവ് ചെയ്തത് ഭൂമിയിലെ സ്പെസിഫിക് കണ്ടീഷൻസിനെ അഡാപ്റ്റ് ചെയ്തുകൊണ്ടാണ്. അതായത് ഭൂമിയിലല്ലാതെ യൂണിവേഴ്സിൽ മറ്റൊരിടത്ത് ഹ്യൂമൻസ് ഉണ്ടാവില്ല. നമ്മളൊരു യുണീക്ക് സ്പീഷീസാണ്. നമ്മളൊരു റയർ സ്പീഷീസാണ്. നമ്മളൊരു എൻഡേഞ്ചേർഡ് സ്പീഷീസാണ്. So as Carl Sagan famously said, if you come across a human and you disagree with him, let him live. You will not find another in 100,000 light years. Thanks for watching.